അവളെ ഒന്ന് കാണാൻ പോലും ഒരു സമ്മതിക്കുന്നില്ല. അവളുടെ ഉദ്ദേശം എന്താണെന്ന് അറിയാൻ കൂടി ഒരു വഴിയില്ല. പക്ഷെ ഒന്നുറപ്പുണ്ട്, നീ ചെന്ന് വിളിച്ചാൽ അവൾ ഇറങ്ങി വരും. കൂടുതൽ ആലോചിച്ചിരുന്ന അവള് വല്ല കടങ്കയും കാണിച്ചു കളയുമെന്ന എന്റെ പേടി. ഞാനൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കട്ടെ. അവനെ ഈ നേരത്ത് ഒറ്റയ്ക്ക് വിടണ്ട. അപ്പോട്ടാ ഞാൻ ഒറ്റയ്ക്കൊന്ന് കാണാൻ തിടുക്കപ്പെട്ടിരിക്കുകയായിരുന്നു. എന്താ ഗൗരി? ഞാൻ അദ്ദേഹത്തെ കണ്ടു. ഗോവിന്ദുട്ടിയുടെ അച്ഛനെ. നിനക്ക് വെറുതെ തോന്നിയതാവുകയുള്ളൂ. അല്ല, നമ്മൾ ചെല്ലുമ്പോൾ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി പോകണത് ഞാൻ കണ്ടു. കുറച്ചു നേരം എന്നെ തന്നെ നോക്കി നിന്നു. ഒരുപാട് മാറിയിട്ടുണ്ട്. കുറെ നരച്ചു. മുഖത്തൊരു താടിയുണ്ട്. എന്നാലും എനിക്ക് മനസ്സിലാവാണ്ടിരിക്കോ? ഒരു വശത്ത് വരണമെന്നും ഒന്ന് കാണണമെന്നും പ്രാർത്ഥിച്ചിരുന്നു. അതേസമയം ഒരിക്കലും വരില്ലെന്നും എന്റെ മകന്റെ കണ്ണിൽ പെടലെന്നും മനസ്സ് തേടി. അവനെങ്ങാനും തിരിച്ചറിഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുമെന്ന് അപ്പോഴറിയാലോ. എനിക്ക് വിധിച്ചിട്ടില്ലെങ്കിലും അദ്ദേഹം ആയുസോടെ ഇരുന്ന് കണ്ടാ മതി. സ്വന്തം അച്ഛനെ കൊന്ന മകനെ പ്രസവിച്ച മഹാഭാവി ഇനി ആ ശിക്ഷ കൂടെ ഞാൻ അനുഭവിക്കണം. അപ്പോഴാ വേറെ ആരുമില്ല എന്റെ മനസ്സ് കാണാൻ. അപ്പോഴൻ ചെന്നൊന്ന് കാണാമോ? ഗോവിന്ദുട്ടി തിരിച്ചറിയണതിന് മുൻപ് ഇവിടം വിട്ട് പോണോന്ന് പറയാമോ? അതിനും ഞാൻ തന്നെ വേണം, ഇല്ലേ ഗൗരി? മുമ്പൊരിക്കൽ ഞാൻ ഇയാളെ അന്വേഷിച്ച് പോയിട്ടുണ്ട്. നീയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് അയാളോട് യാചിക്കാൻ. അപ്പോഴേക്കും അയാൾ നാട് വിട്ടു. പിന്നൊരിക്കൽ നിന്റെ മനസ്സിൽ അയാൾ മാത്രമേ ഉള്ളൂ എന്നറിഞ്ഞപ്പോ ഞാൻ അന്വേഷിച്ചു പോയി. നിന്നെയും കുഞ്ഞിനെ സ്വീകരിക്കണമെന്ന് പറയാൻ അന്നും കണ്ടു കിട്ടിയില്ല. ഇന്നിപ്പോ അയാൾ തൊട്ടടുത്ത് ദാ ഇവിടെ. ഞാൻ പറയാം അയാളോട്, ഇനി ഈ കൺവെട്ടത്ത് കണ്ടുപോരുന്നു ഞാൻ.